സാർ, ഇന്നേറെ നിർണായകമായ ദിവസമാണ് ഇന്ത്യക്ക്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ആദ്യമായി കരനാവിക വ്യോമസേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. അതായത്, ഞാൻ അനുമതി തന്നിരിക്കുന്നു, ഇനി ലക്ഷ്യം കാണേണ്ടത് നിങ്ങളാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് യോഗം ചേരും, ക്യാബിനറ്റിന് അനുമതി വേണം, ജനാധിപത്യ രാജ്യമായതുകൊണ്ട്. എന്നാലും എന്തായിരിക്കും സാർ ഇനി സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ മോദി ഇന്നലെ വേറൊരു കാര്യം വേറൊരു യോഗത്തിൽ പറഞ്ഞിരുന്നു. ലക്ഷ്യം വളരെ വലുതാണ്, സമയം പരിമിതമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പരിമിതമായ സമയം കൊണ്ട് വലിയൊരു ലക്ഷ്യം കാണണം എന്നാണ് മോദി പറഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു അൺഇമാജിനബിൾ കോൺസിക്വൻസസ് പാകിസ്ഥാൻ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത സംഗതികളാണ് സംഭവിക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത് പരമാവധി ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഏതെങ്കിലും ഒരു താവളം. മുമ്പ് പുൽവാമ കഴിഞ്ഞ് 2019 നമ്മൾ ബാലക്കോട്ട് ചെയ്തതുപോലെ എന്തെങ്കിലും എന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ അല്ല നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, NSA അജിത് ധോവൽ, പിന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS അനിൽ ചൗഹാൻ, പിന്നെ നമ്മുടെ സേനാ മേധാവിമാർ, അതായത് ഉപേന്ദ്ര ദ്വിവേദി കരസേനാ മേധാവി, നാവിക സേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, ഇവരെല്ലാവരും പങ്കെടുത്തിരുന്നു. 3 സേനകളുടെ മേധാവികളുമായിട്ട് പ്രധാനമന്ത്രി ഒന്നിച്ചിരിക്കുന്നത് ഇന്നലെ ആദ്യമായിട്ടായിരുന്നു. വേറെ ചർച്ചകളൊക്കെ ധോവൽ അതിൻ്റെ ഇടയ്ക്ക് CDSുമായിട്ടൊക്കെ അനിൽ ചൗഹാനും ഒക്കെ ആയിട്ട് നേരത്തെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് മോദി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ ലക്ഷ്യം ഇതാണ്. ആ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. എങ്ങനെയാണ്? ഉദാഹരണത്തിന് നമ്മൾ LOC കടക്കുമോ, നിയന്ത്രണ രേഖ കടക്കുമോ? അതായത് ഒരു വ്യോമാക്രമണം സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് നിയന്ത്രണ രേഖ കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. കാരണം നമ്മൾ ഈ ജലകരാർ റദ്ദാക്കിയപ്പോൾ തന്നെ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് വാർ എന്ന് അവർ പറഞ്ഞു. അവർ നമ്മളൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയതായിട്ടാണ് പാകിസ്ഥാൻ കരുതുന്നത്. പിന്നെ ഇന്നലെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാ തെളിവുകളും ഉണ്ട്, ഇന്ത്യ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന്. പേടിച്ചിരിക്കുകയാണ്. പേടിച്ച 2 വിമാനങ്ങളൊക്കെ റാവൽപിണ്ടിയിൽ നിന്ന് ലാഹോറിലേക്കും കറാച്ചിയിലേക്കും തിരിച്ചും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ നമ്മൾ പുൽവാമ ആക്രമണം നടത്തിയ ശേഷം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഭീകരരുടെ താവളങ്ങളുണ്ടല്ലോ, ആ താവളങ്ങളൊക്കെ പട്ടാള യൂണിറ്റുകളുടെ അടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഭീകര താവളം ആക്രമിക്കുമ്പോൾ പട്ടാള യൂണിറ്റിനെ ആക്രമിക്കുന്നത് പോലെ തന്നെയാണ് വരുന്നത്. അതാണ് സംഭവിക്കുന്നത്. പഴയതുപോലെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് താവളം എന്നുള്ള രീതിയൊക്കെ അവർ മാറ്റിയിരിക്കുന്നു. ഇത് മുഴുവൻ പാകിസ്ഥാൻ പട്ടാളമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യ ആസൂത്രകനെ അസിം മുനീർ പട്ടാള മേധാവി തന്നെ അയച്ചതാണ്. അയാൾ പാരാമിലിറ്ററി കമാൻഡോ ആയിരുന്നു അവിടെ എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നയതന്ത്ര രംഗത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, അദ്ദേഹം NSG, BSF, ആസാം റൈഫിൾസ്, ഇതാണ് നമ്മുടെ 3 അർദ്ധസൈനിക വിഭാഗങ്ങൾ, പാരാമിലിറ്ററി, അവരുടെ ആ സേനകളുടെ മേധാവിമാരുമായിട്ട് കൂടിക്കണ്ട് സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ തിങ്കളാഴ്ച രാജ്നാഥ് സിംഗ് മോദിയെ കണ്ടിരുന്നു. കാരണം അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് കശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിനെ പറ്റിയൊക്കെ പ്രധാനമന്ത്രി മോദിയെ ബ്രീഫ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ മന്ത്രിസഭ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ പോലെയല്ല. പാകിസ്ഥാനിൽ പട്ടാളമാണ് ഭരിക്കുന്നത്. പട്ടാള അട്ടിമറി 3 കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പട്ടാളം
മറ്റേ പ്രധാനമന്ത്രിമാരോട് എപ്പോഴും പറയാറുണ്ട്, വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ത്യയുടെ കാര്യം, അത് ഇന്ത്യ, ചൈന, ഇതൊക്കെ ഞങ്ങളാണ് നോക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പട്ടാളം നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോട് പറയുന്ന രീതിയൊക്കെയാണ്. പിന്നെ സൗകര്യം തോന്നുമ്പോഴൊക്കെ പട്ടാളം അട്ടിമറിയും നടക്കും. നമ്മുടെ ഇവിടെ അങ്ങനെ നടക്കില്ല. നമ്മുടെ ഈ സേനകളുടെയൊക്കെ മേധാവി എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രപതിയാണ്. സർവ സൈന്യാധിപ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ആ സർവ്വസൈന്യാധിപി ആണ് ഈ സുപ്രീം കോടതി നിർദ്ദേശമൊക്കെ അടുത്ത കാലത്ത് കൊടുക്കാൻ തുടങ്ങിയത് നമുക്കറിയാം. അപ്പോൾ നിർണായക ദിവസമാണ്. ഇനി പാകിസ്ഥാനിട്ടടിക്കാൻ മണിക്കൂറുകൾ മാത്രം എന്ന് നമുക്ക് കരുതാം. സാറേ, കുറേ വർഷമായിട്ട് ഈ മാധ്യമപ്രവർത്തക രംഗത്തുണ്ട്. ഏതെങ്കിലും സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യാനോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടോ? കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലൊരു സ്ഥാപനമുണ്ട്, ബാരാക്കമ്പ റോഡിൽ. അവിടെ കുറേ ഗവേഷണം നടത്തിയിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പ് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് മലയാള മനോരമയ്ക്ക് വാർത്തകളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ നടത്തിയത്. പിന്നെ 1984 നമുക്കൊരു യുദ്ധം നടക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. സുന്ദർജി കരസേന മേധാവിയൊക്കെ ആയിരുന്ന കാലത്ത് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറേ പത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ അയച്ചിട്ട് യുദ്ധം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യത്തിലൊരു 45 ദിവസത്തെ പരിശീലനം ഉണ്ടായിരുന്നു. കരസേന, വ്യോമസേന, നാവികസേന. നാവികസേനയുടെ പരിശീലനം കൊച്ചിയിൽ തന്നെയായിരുന്നു, INS തീർ കപ്പലിലും ഒക്കെ ആയിട്ട്. വ്യോമസേനയുടേത് ജോധ്പൂരിലായിരുന്നു, ജോധ്പൂരിലെ വ്യോമസേന താവളത്തിൽ. മറ്റേത് രാജസ്ഥാനിലും മധ്യപ്രദേശിൽ കോളേജ് ഓഫ് കോമ്പാറ്റ്. അതിൻ്റെ പേര് ഇന്ന് കോളേജ് ഓഫ് വാർ എന്നാണ്. യുദ്ധം എങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന, നമ്മുടെ ഓഫീസർമാരെ പഠിപ്പിക്കുന്ന കോളേജാണ്. അവിടെയാണ് ഞങ്ങളെ തിയറിയൊക്കെ പഠിപ്പിച്ചിരുന്നത് ആ കാലത്ത്. പിന്നെ നസീറാബാദ് രാജസ്ഥാനിൽ, അവിടെ ആർമി യൂണിറ്റിൽ നമുക്ക് ഈ സിമുലേഷൻ ഓഫ് വാർ, ഒരു യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ദൃശ്യം കാണുക എന്നുള്ളത് നമ്മുടെ തന്നെ പട്ടാളം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരുന്നു. ഒരു ബൃഹത്തായ വിഷു കാണുന്നത് പോലെയാണ് എന്ന് പറയാം. പല നിറത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഈ വെടിവെപ്പിൻ്റെയൊക്കെ ഈ മിസൈൽ അയക്കുന്നത് പോലുള്ള സംഗതികളൊക്കെ നമ്മുടെ മുമ്പിൽ അവർ ചെയ്ത് കാണിച്ചു. പിന്നെ 1971 യുദ്ധം, 14 days വാർ എന്ന് പറഞ്ഞു, 14 ദിവസം ആണ് ഒരു യുദ്ധം. നമുക്കെപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, ഇതെപ്പോൾ നിർത്തണം എന്നുള്ളതാണ് യുദ്ധത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അത് നിർത്തുന്നതിനെ പറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിനെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവണം. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതായിരിക്കണമല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനെന്ത് ചെയ്യും എന്നുള്ളതായിരിക്കണം. ഞാൻ ഓർക്കുന്നത് ആ ബംഗ്ലാദേശ് യുദ്ധകാലത്തൊക്കെ ഞാൻ പഠിക്കുകയാണ്. പക്ഷേ അന്ന് ആകാശവാണിയാണ് നമുക്കുള്ളത്. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഊണ് കഴിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ വാർത്തകളൊക്കെ കേട്ടിട്ട് അപ്പോഴും ക്ലാസ്സിൽ പോയി പറയുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ദേശാഭിമാനം നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ വയ്ക്കും. എല്ലാ ദിവസവും കേൾക്കുന്ന പാട്ടാണ് പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറഞ്ഞിട്ട്. സ്വർഗത്തേക്കാൾ സുന്ദരമാണി, അല്ലല്ല, സ്വർഗത്തേക്കാൾ വലുതാണി ജന്മഭൂമി എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അവസാനിക്കുന്നത്. അതിൻ്റെ സംഗീതം ചെയ്തത് RK ശേഖർ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. AR റഹ്മാൻ്റെ അച്ഛൻ. വല്ലാത്തൊരു പാട്ടാണ്. നമുക്ക് ഈ രോമാഞ്ചം ഉണ്ടാവും. സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി. അതിനുശേഷം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഈ ന്യൂസൊക്കെ എങ്ങനെയായിരുന്നു കൊടുത്തത്? ധാരാളം യുദ്ധങ്ങൾ ഈ ഇന്ത്യയുമായി ബന്ധപ്പെടാത്തതൊക്കെ അല്ലേ. ഇപ്പം ഗൾഫ് വാർ എന്നൊക്കെ പറഞ്ഞ് ഇറാഖ്, കുവൈറ്റിൻ്റെ അധിനിവേശമൊക്കെ അല്ലേ ഇറാഖ്. അങ്ങനത്തെ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ പത്രത്തിൽ ഒരു ഡെസ്ക് ഉണ്ടാക്കുമല്ലോ,
ഇതിനെയൊക്കെ നയിക്കുന്ന ജോലി, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമാതിരി ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ 1965 പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുമ്പോഴുമൊക്കെ ഞാനുണ്ട്, കുട്ടിയാണെന്നേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ഇതൊക്കെ ഈ വല്ലാതെ വായിച്ച് ഉള്ള ശീലമുണ്ട്, ഈ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇതുവരെ പാകിസ്ഥാനുമായിട്ട് ഉണ്ടായ യുദ്ധം പോലെ ആയിരിക്കില്ല. ഇത് ഒരവസാനം കാണുന്ന യുദ്ധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഭൂമിയുടെ അറ്റത്ത് എവിടെ പോയി ഒളിച്ചാലും ഭീകരർ എന്നല്ല മോദി പറഞ്ഞത്, ഈ ഭീകരരെ അഴിച്ചു വിട്ടവരെ അല്ലേ, അവരെയും ഫിനിഷ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അറിയാം. ഞങ്ങളുടെ കയ്യിൽ 130 ആണവ ആയുധങ്ങളുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വിഡി മന്ത്രി പാകിസ്ഥാനിൽ പറഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ, ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതേ ഉള്ളൂ. നമുക്കിവിടെ ഇരുന്ന് വേണമെങ്കിൽ തീർക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കയ്യിൽ INS വിക്രാന്തിൽ നിന്നുള്ള മിസൈലുകളൊക്കെ പോയാൽ കറാച്ചിയും ഗ്വാദർ തുറമുഖമൊക്കെ ആ ദൂരത്ത് നിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെയൊക്കെ ശേഷി, സേനയുടെ ശേഷി ഒന്നും പാകിസ്ഥാനില്ല. ചൈനയൊന്നും പാകിസ്ഥാനെയൊന്നും സഹായിക്കാനും പോകുന്നില്ല. 1965 യുദ്ധകാലത്ത് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു, പ്രത്യേകിച്ച് സിക്കിമിൻ്റെ ഭാഗത്തുമൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ചൈന. 1971 മിണ്ടാതിരുന്നു ചൈന. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ആയുധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മിസൈൽ കൊടുത്ത്, ഏറ്റവും PL-15 എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മിസൈൽ കൊടുത്തതായിട്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ നമുക്ക് അതിനെയൊക്കെ വെല്ലുന്ന ബ്രഹ്മോസ് പോലുള്ള വലിയ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ 2000 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഫയർ പവർ എന്ന് പറയുന്നതിൻ്റെ 7 പാകിസ്ഥാൻ എത്തില്ല. പിന്നെ നമ്മുടെ വിമാനവാഹിനികൾ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ 7 പാകിസ്ഥാന് വരാനില്ല. പിന്നെ അമേരിക്ക നമ്മുടെ കൂടെയാണ്. 1971 ഇന്ത്യ സമുദ്രത്തിൽ 7ാം കപ്പൽപ്പട വന്നിരുന്നു. 7ാം കപ്പൽപ്പട വരുന്നറിയാവുന്നതുകൊണ്ട് നേരത്തെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി ധാക്ക പിടിക്കുകയാണ് ചെയ്തത്. ഇടയ്ക്കൊന്നും നിൽക്കാതെ നേരെ ധാക്കയിലേക്ക് തന്നെ പോയി പിടിക്കുക എന്ന് പറഞ്ഞ് പിന്നെ കീഴടങ്ങേണ്ടി വന്നു. അമേരിക്ക ഇടപെടുന്നതിന് മുമ്പ് തന്നെ ജനറൽ നിയാസി, അയാളായിരുന്നു ഈ ഭാഗത്തെ കമാൻഡർ, കിഴക്കൻ ഭാഗത്തെ. അയാൾ കീഴടങ്ങി. ഇന്ത്യക്ക് മുമ്പിൽ സാമനക്ഷായൊക്കെ ഉണ്ടായിരുന്നു, കീഴടങ്ങുന്ന രേഖയിൽ ഒപ്പിട്ടു. അതുപോലെ തന്നെ പാകിസ്ഥാൻ കീഴടങ്ങുന്നത് നമ്മൾ കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.